ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഫത്തും വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഓൾസപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അതിനുമുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഓൾസപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് വലിയ ജീരകവും ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. അരയാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ടൊന്ന് കറക്കിയെടുക്കാം. ഞാൻ കറക്കിയെടുത്തിട്ടുണ്ട്. അരി നല്ലവണ്ണം അരയണം. ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ലൂസാവാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് 2 സ്പൂണിലധികം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. പഞ്ചസാര അലിയുന്നവരെ നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഈ രൂപത്തിൽ വേണം നമ്മുടെ മാവ് ഉണ്ടാവാൻ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ പാൻ ഒന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ഞാനൊരു അച്ചെടുത്തിട്ടുണ്ട്. ഇത് അച്ചൊന്നുമല്ല, ഞാൻ എടുത്തിരിക്കുന്നത് പൊട്ടാറ്റോ ഉടച്ചെടുക്കുന്ന ഒരു അച്ചാണ്. ഞാൻ ഈ ഓൾസപ്പം 3 വിധത്തിൽ തയ്യാറാക്കുന്നുണ്ട്. പൊട്ടാറ്റോ ഉടച്ചെടുക്കുന്ന അച്ച് കൊണ്ട് ആദ്യം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടാറ്റോ ഉടച്ചെടുക്കുന്ന അച്ച് ഓയിലൊന്ന് ചൂടാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിനൊരു ഓയിൽ ഒരു തുണിയിലൊന്ന് തുടച്ചെടുക്കാം. അതിനുശേഷം ബാറ്ററിൻ്റെ അടിവശം മാത്രം മുക്കിയതിന് ശേഷം ഇത് വറുത്തെടുക്കാം. ഇതിൽ നിന്ന് വിട്ടുവരും. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇത് ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. പെട്ടെന്ന് ഗോൾഡൻ കളർ ആയിട്ട് വരും. ഇപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിനെ അരിപ്പയിലേക്ക് കോരി മാറ്റാം. ഞാൻ അടുത്ത അച്ച് കാണിച്ചു തരാം. ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും. ദോശയൊക്കെ മറിച്ചിടാൻ എടുക്കുന്ന ചട്ടകമാണിത്. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിന്റെ അടിവശം മാത്രമേ ബാറ്ററിൽ മുക്കിയെടുക്കാവൂ.
എടുത്തതിന് ശേഷം ഒന്നൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് കുഞ്ഞി ബോളായിട്ട് വരും. അതാണ് അടുത്ത മെത്തേഡ്. ഇത് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതൊരു അരിപ്പക്കയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ 3 മെത്തേഡും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണിത്. മെത്തേഡ് കാണിച്ചു തരാം. ഞാൻ ഇതിൽ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. 2 എണ്ണത്തിൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഷുഗർ സിറപ്പ് എല്ലാവരും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാം ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നവരെ